ഗംഗളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു ആണെങ്കിൽ വീടൊക്കെ നോക്കാൻ പോയി. അങ്ങനെ വീട് കണ്ട് ഇഷ്ടപ്പെട്ട് തിരിച്ചു വരികയാണ്. ഇതേ സമയത്ത് നമ്മുടെ ശാരദയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് വേറെ ആരുടെ അല്ല, രോഹിത് വിളിച്ചു പറയുകയാണ്, ഇങ്ങനെ ശ്യാമയ്ക്ക് വെടിയേറ്റ് ഹോസ്പിറ്റലാണ്, സർജറി ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ ശാരദയാണെങ്കിൽ നമ്മുടെ ശാലിനി ഒരുപാട് തവണ വിളിക്കുക. അപ്പോൾ ശാലിനി ഫോൺ എടുക്കത്തില്ല. ശാലിനി ഒരു മീറ്റിങ്ങിലായതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്. അങ്ങനെ ശാലിനിയുടെ മീറ്റിംഗ് നടക്കുകയാണ്. അങ്ങനെ ശാലിനി മീറ്റിംഗ് കഴിഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ അനു അങ്ങോട്ടേക്ക് വരും. അപ്പോൾ പറയും, അമ്മ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്, നോക്കട്ടെ എന്ന്. അങ്ങനെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേനും തിരിച്ചു വിളിക്കും പറയുന്നത്, മോളെ ഇങ്ങനെ ശ്യാമയ്ക്ക് വെടിയേറ്റു, രോഹിത്തിനെ എങ്ങാണ്ട് ഉപേന്ദ്രം വെടിവെക്കാൻ സമയത്ത് അത് ശ്യാമയുടെ ദേഹത്താണ് കൊണ്ടിരിക്കുന്നത്, ഹോസ്പിറ്റലിൽ നീ ഒന്ന് പോയി നോക്കാൻ പറയും, എനിക്ക് കയ്യും കാലും വരച്ചിട്ട് വയ്യാന്ന് പറയും. അപ്പോൾ ശാലിനി ഉടനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി എടുക്കാൻ പറയാൻ പറയും. അപ്പോൾ വിഷ്ണു ആണെങ്കിൽ വീട് നോക്കാൻ പോയിരിക്കുകയാണല്ലോ. അങ്ങനെ ശാലിനി ഒരു ഓട്ടോ കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വിഷ്ണു അങ്ങോട്ടേക്ക് വരും. അപ്പം വിഷ്ണുവിനെ ഇട്ട് പറയും, ഡ്രൈവർ ആണെങ്കിൽ കളക്ടറെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യണം, അല്ലാതെ മേടിക്കുന്ന ശമ്പളത്തിനുള്ള കൂറ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങ് കുറ്റപ്പെടുകയാണ്. അപ്പോൾ വിഷ്ണുവിനൊന്നും മനസ്സിലാവില്ല. അങ്ങനെ വിഷ്ണുവിനോട് അപ്പം അനു പറയും, പെട്ടെന്ന് തന്നെ പുറകെ പോയി മാഡത്തിനെ എങ്ങനെയും ആശ്വസിപ്പിക്കാൻ പറയും. അങ്ങനെ വിഷ്ണു കാറെടുത്ത് പുറകെ പോവുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ സത്യഭാമയാണെങ്കിൽ ഇങ്ങനെ വിഷ്ണുവിനെ കണ്ട ഇത് ദേഷ്യത്തിൽ വീട്ടിൽ വരികയാണ്. അപ്പം നൂറ് അവിടെയുണ്ട്. അപ്പോൾ ആരോടും അങ്ങനെ സംസാരിക്കില്ല, എനിക്ക് വയ്യെന്നും പറഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പോൾ പൊന്നിയോട് രാഘവൻ നായർ ചോദിക്കുക എന്താണെന്ന്. അപ്പോൾ പൊന്നി പറയും, ഇങ്ങനെ വിഷ്ണു വാടക വീട് അന്വേഷിച്ച് വന്ന കാര്യമൊക്കെ പറയും. അപ്പോൾ രാഘവൻ നായർ അകത്തേക്ക് ചെന്നിട്ട് പറയും, നീ എന്തിനാ അവരെ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ, അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ, നമുക്ക് ദൂരെ നിന്നത് കണ്ടാൽ പോലെ എന്ന് ചോദിക്കും. ഇതേ സമയത്ത് അന്ന് രാഘവൻ നായർ എഴുതിയൊരു പേപ്പർ അവിടെ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡിൽ അത് സത്യഭാമ കാണും. അപ്പോൾ രാഘവൻ നായർ പറയും, ശരിക്കും വിഷ്ണുവിൻ്റെയും ശാലിനിയുടെ മകളാണ് സത്യയെന്ന്. പിന്നീടാണെങ്കിൽ നമ്മുടെ ശാലിനി നേരെ പോകുന്ന സുസ്മിതയുടെ അടുത്തേക്കാണ്. അങ്ങനെ സുസ്മിതയെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് താഴോട്ടിടും. എന്നിട്ട് പറയും, നിന്നെയൊന്നും ഞാൻ അധികകാലം വാഴിക്കത്തില്ല, എൻ്റെ സ്വഭാവം ഞാൻ കാണിച്ചു തരാം എന്നുള്ളത്. അങ്ങനെ ശാലിനിയും സുസ്മിതയായിട്ടുള്ള നല്ലൊരു അടിയും വഴക്കൊക്കെ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഉപേന്ദ്രനാണെങ്കിൽ നമ്മുടെ രോഹിത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പുതിയ ഗുണ്ടയൊക്കെ ഇറക്കുവാണ്. അങ്ങനെ അയാളൊരു ബൈക്കിലൊക്കെ വന്നിറങ്ങുന്ന സീനൊക്കെ ഉണ്ട്. അതിനുശേഷം ഉപേന്ദ്രൻ നമ്മുടെ രോഹിത്തിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് ആള്, ഇവനെയാണ് കൊല്ലേണ്ടത്, ഇവനെ ഭൂമിയിൽ വയ്ക്കാൻ പാടില്ല എന്ന് ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അതുപോലെ പിന്നീട് വിഷ്ണുവും ശാലിനിയും തമ്മിലുള്ള വഴക്കൊക്കെ മാറുന്നൊക്കെയുണ്ട്. അപ്പം വിഷ്ണുവിനോട് സോറിയൊക്കെ ശാലിനി പറയുന്നൊക്കെയുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.